കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്കോട് പുഴയിലെ കോലുവള്ളി കമ്പിപ്പാലം അപകടാവസ്ഥയിൽ. മലയോര മേഖലയിലെ ഏറ്റവും നീളം കൂടിയ കമ്പിപ്പാലങ്ങളിൽ ഒന്നാണിത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്നത് ഈ പാലത്തിലൂടെയാണ്. കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള കോലുവള്ളി കമ്പിപ്പാലത്തിലൂടെയുള്ള യാത്ര ഇപ്പോൾ ജീവൻ പണയപ്പെടുത്തിയാണ്. പാലത്തിലെ പല മരപ്പലകകൾ ഇതിനകം ഇളകി വീണു. ബാക്കിയുള്ള പലകകൾ കൂടി വരും ദിവസങ്ങളിൽ ഇളകി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പിന്നെയൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കും പിള്ളേർക്കെല്ലാം ഇതിലേക്കൂടെ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല സ്ഥലത്തും പലകയെല്ലാം കൂടെ അവിടെ എല്ലാം ഇപ്പം നടന്നു പോകുന്ന വഴിക്ക് ഒരു അല്പം ഒന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കാല് പൊട്ടിയിട്ട് താഴോട്ട് വീഴുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കുറേ പലകകളെല്ലാം പൊട്ടിപ്പോയി, എല്ലാം ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ. കാസർഗോഡ് ജില്ലയിലെ മുനയംകുന്ന് ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദിവസേന ഈ കമ്പിപ്പാലം കടന്നാണ് കോലുവള്ളിയിലെത്തുന്നത്. അവിടെ നിന്നാണ് സമീപത്തെ പ്രധാന ടൗണായ ചെറുപുഴയിലേക്ക് ബസ് കയറുന്നത്. കോലുവള്ളിയിൽ നിന്ന് ചെറുപുഴയിലേക്ക് ബസ്സിന് വെറും 10 രൂപ മാത്രമാണ് ചെലവ്. എന്നാൽ പാലം അപകടാവസ്ഥയിലായതോടെ യാത്രക്കാർക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണുണ്ടായിരിക്കുന്നത്. 2013-14 കാലഘട്ടത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 3.5 ലക്ഷം രൂപ ചെലവഴിച്ച് പാലം നവീകരിച്ചിരുന്നു. തുടർന്ന് എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തി പാലം സഞ്ചാരയോഗ്യമാക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതാണ് പാലത്തിന്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥയ്ക്ക് കാരണം. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പാലത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ മലയോര ഗ്രാമങ്ങളിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാകും. വരും ദിവസങ്ങളിൽ പാലം വഴിയുള്ള യാത്ര പൂർണ്ണമായി നിരോധിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.